അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്ന് മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപിന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാദം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാം എന്ന ഈ പ്രോഗ്രാമിന്റെ 128ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നും രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ചായിരുന്ന അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യങ്ങളും ദൈവവചനവും കേൾക്കുവാനുള്ള അവസരമാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾക്ക് വേണ്ടിയും ജീവിത സാക്ഷ്യങ്ങളും മെസ്സേജിനു വേണ്ടിയും അത് അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹകരമായി തീരുവാൻ നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ അനുകൂല ചുറ്റുപാടുകളും കർത്താവ് ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളാകുമ്പോൾ കർത്താവെ ഗാനങ്ങളിലൂടെ, വചനത്തിലൂടെ, ജീവിത സാക്ഷ്യങ്ങളിലൂടെ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപയുടെ മറവിൽ കർത്താവ് അവരെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവരെ നിറയ്ക്കണമേ. സ്വർഗീയമായ വാക്കുകൾ, ശബ്ദങ്ങൾ, നാദം അത് കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് ഇടയാകണം. ശബ്ദവും വെളിച്ചവും ഇന്റർനെറ്റും ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. എല്ലാ തടസ്സങ്ങളും ഇവിടുന്ന് മാറ്റി നൽകണമേ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാകണം. സ്തോത്രം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടുവാൻ, മാനസാന്തരപ്പെടുവാൻ, അതിനിടയാകുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കണമേ. അനേകര് പങ്കെടുക്കുവാൻ ഇടയാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോൺ സെബാസ്റ്റ്യൻ പുതുപ്പള്ളി അവറുകൾ ഇന്ന് രാത്രി നമ്മളോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങളും ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി തന്ന വചനവും കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് രാത്രി നമ്മെ ദൈവം അനുവദിക്കട്ടെ. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവനാമത്തിലും കാൽവരിനാഥം മിനിസ്ട്രിയുടെ പേരിലും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രി ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ ബ്രദർ ഷിബു ജോസ് ഉടുമിൽപേട്ട് അവറുകളാണ്. പ്രിയ ദാസനെയും പ്രിയ മകനെയും, കീബോർഡ് വായിക്കുന്ന പ്രിയ മകനെയും പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, കാൽവരിനാഥം മിനിസ്ട്രിയുടെ നാമത്തിൽ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ആദവമായി സ്വാഗതം ചെയ്യും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ 2 ഗാനങ്ങൾക്ക് വേണ്ടി നാം കാതോർക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ദാസനെ ആ 2 ഗാനങ്ങളും അതിന്റെ നറേഷനും പറഞ്ഞ് ആ ഗാനങ്ങൾ കേൾക്കുവാനായിട്ട് ഞാൻ പ്രിയദാസനെ, കർത്താവിന്റെ ദാസൻ ഷിബു ജോസ് ഉടുമിൽപേട്ടൻ ടീമിനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കാൽവരിനാഥം മിനിസ്ട്രി ഇന്നത്തെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് ഞങ്ങൾക്ക് ആയിരിക്കാൻ ദൈവം കൃപ ചെയ്ത് സ്തോത്രം ചെയ്യുന്ന എൻ്റെ കൂടെ കീബോർഡ് വായിക്കുന്ന എൻ്റെ മകൻ ജോഷുവയാണ്. നമ്മുടെ കർത്താവ് എല്ലായ്പ്പോഴും സ്തുതിക്ക് യോഗ്യനായ കർത്താവാണ്. കാരണം ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് സാത്താനെ ജയിച്ച് മരണത്തെ ജയിച്ചവനായി നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്ത കർത്താവ്, നമ്മുടെ ജീവിതത്തിൽ അനേക മാറുകളെ മധുരമായി മാറ്റുന്നവൻ, വരണ്ട വേളകളിൽ പാറയിൽ വെള്ളമായി, ജീവൻ്റെ അപ്പമായി, മാത്രമല്ല നമ്മുടെ സ്നേഹമുള്ള ഒരു അപ്പനായി നമ്മളോട് കൂടെയുള്ള ഒരു കർത്താവ്. ആ കർത്താവിനല്ലാതെ പാടുവാൻ നമുക്ക് വേറെ ആരുമില്ല. ആ കർത്താവിനെ ജയത്തോടുകൂടെ നമുക്ക് പാടാം.
ജയഗീതം പാടി എന്നൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആദ്യമായി ആലപിക്കുന്നു. ജയഗീതം പാടി പുകഴ്ത്തുക നാം, ജയമേ ജയമേ ജയ ജയമേ, യേശു മഹേശ്വരന് ജയമേ. പാടുക നാം ജയം, പാടുക നാം ഈ അത്ഭുത രക്ഷകൻ യേശുവിൻ ജയഗീതങ്ങൾ. ഈ അത്ഭുത രക്ഷകൻ യേശുവിൻ ജയഗീതങ്ങൾ. ക്രൂശിൽ മരിച്ചവൻ താൻ, സാത്താനെ തകർത്തവൻ താൻ. ക്രൂശിൽ മരിച്ചവൻ താൻ, സാത്താനെ തകർത്തവൻ താൻ. മരണത്തെ ജയിച്ചവൻ താൻ, ശരണമായി തീർന്നവൻ താൻ. മരണത്തെ ജയിച്ചവൻ താൻ, ശരണമായി തീർന്നവൻ താൻ. പാടുക നാം ജയം, പാടുക നാം ഈ അത്ഭുത രക്ഷകൻ യേശുവിൻ ജയഗീതങ്ങൾ. ഈ അത്ഭുത രക്ഷകൻ യേശുവിൻ ജയഗീതങ്ങൾ. പാറയിൻ മധുരമവൻ, പാറയിൻ വെള്ളമവൻ. പാറയിൻ മധുരമവൻ, പാറയിൻ വെള്ളമവൻ. ജീവന്റെ അപ്പവും താൻ, സ്നേഹമുള്ളപ്പനും താൻ. ജീവന്റെ അപ്പവും താൻ, സ്നേഹമുള്ളപ്പനും താൻ. പാടുക നാം ജയം, പാടുക നാം ഈ അത്ഭുത രക്ഷകൻ യേശുവിൻ ജയഗീതങ്ങൾ. ഈ അത്ഭുത രക്ഷകൻ യേശുവിൻ ജയഗീതങ്ങൾ. കൈകളിൽ എടുക്കുമവൻ, മാറിലണയ്ക്കുമവൻ. കൈകളിൽ എടുക്കുമവൻ, മാറിലണയ്ക്കുമവൻ. കണ്ണുനീർ തുടയ്ക്കുമവൻ, ചുംബനം തന്നിടുമേ. കണ്ണുനീർ തുടയ്ക്കുമവൻ, ചുംബനം തന്നിടുമേ. പാടുക നാം
നാം ജയം പാടുക നാം. അവൻ അത്ഭുത രക്ഷകനീശുവിൻ ജയഗീതങ്ങൾ. ഈ അത്ഭുത രക്ഷകനീശുവിൻ ജയഗീതങ്ങൾ. ജയഗീതം പാടി പുകഴ്ത്തുക നാം. ജയമേ ജയമേ ജയ ജയമേ യേശു മഹേശ്വരന് ജയമേ. പാടുക നാം ജയം പാടുക നാം. ഈ അത്ഭുത രക്ഷകൻ യേശുവിൻ ജയഗീതങ്ങൾ. ഈ അത്ഭുത രക്ഷകൻ യേശുവിൻ ജയഗീതങ്ങൾ. നമ്മുടെ കർത്താവ് കൃപയും ദയയും നിറഞ്ഞ കർത്താവാണ്. നാം അവനെ വിട്ട് അകന്നു പോയപ്പോൾ നമ്മെ തിരികെ ചേർത്ത കർത്താവ്. ഭക്തൻ ഇങ്ങനെ പറയുന്നു, ദൂരവേ പോയകന്ന് എന്നെ നീ ഓർത്തത് എന്തൊരു അത്ഭുതം. നീ എന്നെ സ്വീകരിച്ച വിധം അതെന്ത് അത്ഭുതം കർത്താവേ. ആ കർത്താവിനെ അല്ലാതെ നമുക്ക് പാടുവാൻ വേറെ ആരുണ്ട്? താഴ്ചയിൽ നമ്മെ ഓർത്ത നമ്മുടെ കർത്താവ്, നമ്മളെ കൈപിടിച്ച് ഉയർത്ത നമ്മുടെ കർത്താവ്, നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നമ്മളെ വിടുവിച്ച കർത്താവ്. സംഗീതക്കാരൻ പറയുമ്പോൾ അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. ആ കൃപയെക്കുറിച്ചൊരു ഗാനം നമുക്ക് കേൾക്കാം. കൃപയുള്ള യഹോവേ ദേവാ, മമ നല്ല പിതാവേ ദേവാ, കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ. കൃപയുള്ള യഹോവേ ദേവാ, മമ നല്ല പിതാവേ ദേവാ, കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ. കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ. കൃപയുള്ള യഹോവേ ദേവാ. ദൂരവേ പോയകന്നോരെന്നെ നീ ഓർക്കവേ സ്വീകരിച്ചിതേ വിധം എന്നതും അത്ഭുതം. അതു നിത്യമോർത്തു ഞാൻ ആയുസ്സെല്ലാം പാടിയിടും. അതു നിത്യമോർത്തു ഞാൻ ആയുസ്സെല്ലാം പാടിയിടും. പാദം മുത്തിപ്പണിഞ്ഞിടും ദേവാ. കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ. കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ. കൃപയുള്ള യഹോവേ ദേവാ. താഴ്ചയിൽ എന്നെ ഓർത്ത നിന്റെ സ്നേഹമേ ക്രൂശിലെ ഗജാതനെ കൊന്നതാം യാഗമേ. ആകയാൽ ഇന്നിഴ ഞാൻ
ആകുലമകന്നീതാ ആകയാൽ ഇന്നിഴ ഞാൻ ആകുലം മകന്നീതാ ആയി നിന്റെ സന്നിധിയിൽ ദേവാ കൃപ കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ കൃപ കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ കൃപയുള്ള യഹോവേ ദേവാ. ദൈവമേ നിൻ പദത്തിൽ നന്ദിയായി വന്ദനം വന്ദനം ചെയ്യുമെന്നതണ്ണിയെ എന്തു ഞാൻ തന്നിടും തന്നിടും എന്നും എന്നും രാപ്പകൽ ആരാധിച്ചെന്നാകിലും എന്നും എന്നും രാപ്പകൽ ആരാധിച്ചെന്നാകിലും നിൻ കൃപയ്ക്കു പകരമായി തീരാ കൃപ കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ കൃപ കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ കൃപയുള്ള യഹോവേ ദേവാ മമ നല്ല പിതാവേ ദേവാ കൃപ കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ കൃപ കൃപയൊന്നിനാൽ തവ സുതനായി ഞാൻ കൃപയുള്ള യഹോവേ ദേവാ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ ഗാനങ്ങളിലൂടെ നാം കേട്ടും ദൈവത്തെ സ്തുതിച്ചും ഇരിക്കുകയായിരുന്നു. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ, നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ. പ്രിയ ഷിബിച്ചാനോടും തന്റെ മകനോടുമുള്ള ദൈവികമായ നന്ദി, അകമഴിഞ്ഞ നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. കർത്താവ് കൂടുതൽ കൂടുതലായി ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയിലെ ഒഴിച്ചുകൂടാനാവാത്ത പ്രിയപ്പെട്ടവരാണ്, പ്രത്യേകിച്ചും ഗാന ശുശ്രൂഷയിൽ. ദൈവം അവരെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൈസ്തവ സാഹിത്യത്തിൽ ഒരിക്കലും മാറ്റിവെക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് കർത്താവിന്റെ ദാസൻ ജോൺ സെബാസ്റ്റ്യൻ അവറുകളുടെ സ്ഥാനം എന്ന് ഞാൻ വിവരിക്കേണ്ടതില്ല. ചുരുക്കത്തിൽ എല്ലാ മേഖലകളിലും ഉൾപ്പെട്ടുകൊണ്ട് തന്നെ കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവമാണ് അദ്ദേഹം. മീഡിയ മിനിസ്ട്രികളിലൂടെയും കൗൺസിലിംഗ്, ഡിസ്കഷൻ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വചനം പറയുന്നതിനും പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും എല്ലാം ദൈവിക കൃപ ലഭിച്ച ഒരു ദൈവദാസൻ. ഇന്ന് കർത്താവിന്റെ ദാസനെ നമുക്ക് ലഭിക്കുമ്പോൾ തന്റെ ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തുകയാണ്. എങ്ങനെ ഇവിടെ വരെ എത്തി, ദൈവം എങ്ങനെ നടത്തുന്നു, ദൈവത്തിന്റെ കൃപ എത്രത്തോളം ഉണ്ട്, ആ ദൈവത്തോടുള്ള ബന്ധം എത്രത്തോളം ആഴമാണ്, പ്രാർത്ഥനാ ജീവിതം ഇത്യാദി ജീവിതത്തിന്റെ പല മേഖലകളിലൂടെ ആ യാത്ര ഒന്ന് ടച്ച് ചെയ്ത് കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ദൈവം നടത്തിയ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, അതൊക്കെ നാം ഇന്ന് രാത്രി കേൾക്കാൻ പോകുകയാണ്. അതുപോലെ തന്നെ ഇന്ന് രാത്രി ദൈവം അദ്ദേഹത്തിലൂടെ അനുഗ്രഹീതമായൊരു സന്ദേശവും നമുക്ക് നൽകാൻ പോകുകയാണ്. പ്രാർത്ഥനയോടെ നാം ഇത് കേൾക്കുമ്പോൾ, കർത്താവെ അവിടുന്ന് എന്നോട് സംസാരിക്കണം, എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക്, വേദനകൾക്ക്, നിരാശയ്ക്ക് ഇതിലൂടെ ഒരു മറുപടി അങ്ങനെക്ക് നൽകണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അടുത്ത ഏതാണ്ട് 50 മിനിറ്റോളം സമയം കർത്താവിന്റെ ദാസനെ തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവവചനവും തന്റെ ജീവിതാനുഭവം പറയുന്നതിനായിട്ട് എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി കഴിയുന്നിടത്തോളം അവസാനം വരെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കാൽവരിനാഥം മിനിസ്ട്രീസ് ഒരുക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ എന്നുള്ള ഈ പ്രോഗ്രാമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത് മുതൽ എല്ലാ ദിവസവും പലതവണ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും
ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം ഇത് നമുക്ക് അനുഗ്രഹമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. ഗാനങ്ങളിലൂടെയും അതുപോലെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിലൂടെയും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. കാൽവരിനാഥൻ ഗ്ലോബൽ ബ്രദറൻ മീഡിയ മിനിസ്ട്രി കോർഡിനേറ്റർ മാമൻ കുര്യൻ അങ്കിൾ, ഓർഗനൈസർ സുവിശേഷൻ സന്തോഷ്, ഗാനാലാപനം നടത്തിയ ബ്രദർ ഷിബു ജോസിനും സ്നേഹാഭിവാദനം. അതുപോലെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതന്മാർക്കും കേൾവിക്കാർക്കും അനുഗ്രഹാശംസകൾ. ഈ ശുശ്രൂഷയിൽ ജീവിതാനുഭവങ്ങൾ വിവരിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവർ എനിക്ക് പല ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊന്നും തന്നെ വിട്ടുകളയാതെ വളരെ സംക്ഷിപ്തമായി ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ കർത്താവിനെ കുറിച്ചും കർത്താവ് രക്ഷിച്ചതിനെ കുറിച്ചും രക്ഷിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ കണ്ടെത്തിയാൽ അവിടുന്ന് നമ്മളെ രക്ഷിച്ച് നമ്മളെ വീണ്ടെടുത്ത് ഒരു നല്ല ഇടയനായിട്ട് തോളിലെടുത്ത് വീട്ടിലെത്തുവോളം ചുമക്കുന്ന ഒരു നല്ല ഇടയൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. കാൽവരി നാദം എന്ന് കേൾക്കുമ്പോൾ തന്നെ കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ കർത്താവ് 7 ക്രൂശിലെ തിരുമൊഴികൾ എന്നുള്ള പേരിൽ വളരെ പ്രശസ്തമായിരിക്കുന്ന തിരുമൊഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് സകലതും നിവൃത്തിയായി. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങളും നിവർത്തിച്ചുകൊണ്ട് കാൽവരിയിൽ പാപപ്രായശ്ചിത്ത യാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ജനനം എന്ന് പറയുന്നത് 1957 9 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു ഭക്തനായിട്ട്, ഒരു കത്തോലിക്ക സഭയിലെ ഒരു ഭക്തനായിട്ട് തന്നെ ജീവിച്ചതുകൊണ്ടും പള്ളിയിലെ കർമ്മങ്ങളൊക്കെ കണ്ട് അത് മാത്രമാണ് സത്യമെന്ന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടും അന്ന് ഞാൻ വിചാരിച്ചത് ഒരു നല്ല പുരോഹിതനായിട്ട് സഭയ്ക്ക് വേണ്ടി ജീവിക്കണം, മരിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി എൻ്റെ കൈവശം ഒരു വിശുദ്ധ ബൈബിൾ ലഭിക്കുന്നത്. അത് വായിക്കുവാൻ ആരംഭിച്ചു. അത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ സംസാരം അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ബൈബിൾ ഈസ് എ ലിവിങ് ബുക്ക് ബിക്കോസ് ഇറ്റ്സ് ഓതർ ഈസ് സ്റ്റിൽ അലൈവ്. ബൈബിൾ ജീവനുള്ള ദൈവത്തിന്റെ ജീവഗ്രന്ഥമാണ്. അതിന്റെ ഓതർ ദൈവമാണ്. ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കും. അങ്ങനെ ദൈവവചനം വായിച്ചു, ദൈവവചനം പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് പോസ്റ്റലായിട്ട് വരുത്തി പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് ഒരു സമ്മാന പുസ്തകം അയച്ചു തന്നു. സയുക്തികം, ദ റീസൺ വൈ എന്നുള്ള പേരിൽ ന്യൂസിലൻഡിലുള്ളതായിരിക്കുന്ന ഒരു ബ്രദറൻ ബിസിനസ്മാൻ എഴുതിയ പുസ്തകം മലയാളത്തിലേക്ക് ആരോ തർജ്ജമ ചെയ്തു. അതെനിക്ക് സമ്മാനമായിട്ട് ലഭിച്ച് വളരെ ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കർത്താവിന് വേണ്ടി എന്റെ ഹൃദയ കവാടം തുറന്നു കൊടുത്തു. യേശുക്രിസ്തു എന്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീർന്നു. ഈ നിലയിൽ 1973 ജൂൺ മാസം 13-ാം തീയതിയാണ് എന്റെ വീണ്ടും ജനനത്തിന്റെ ഡേറ്റ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1975 വിശ്വാസ സ്നാനം സ്വീകരിക്കുവാനായിട്ട് എനിക്കിടയായത്. ഭവനത്തിലുള്ള ആരുടെയും അനുവാദമില്ലാതെ അടുത്തുള്ളതായിരിക്കുന്ന ഒരു ബ്രദറൻ ചർച്ചിൽ അവരോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇത് എനിക്ക് ബോധ്യമായി, അതുകൊണ്ട് എനിക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിക്കണം. അങ്ങനെ സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. കോളേജ് പഠനത്തിന് ശേഷം ദൈവവചനം പഠിക്കണം. കാരണം എൻ്റെ കാത്തലിക് ഫ്രണ്ട്സ് ഒക്കെ വളരെ ക്രൂഷ്യലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മറുപടി കൊടുക്കണമല്ലോ എന്നുള്ള ചിന്തയിൽ, അല്ലാതെ ഒരു പൂർണ്ണസമയ പ്രേക്ഷിത വേലക്കാരനായിട്ട് പോകാൻ വേണ്ടിയല്ല ഞാനൊരു ബൈബിൾ സെമിനാരിൽ പോകാനിടയായത്. ആന്ധ്രാപ്രദേശിൽ സെക്കൻഡറാബാദിലുള്ളതായിരിക്കുന്ന ഭാരത് ബൈബിൾ കോളേജിൽ ചേർന്ന് 4 വർഷത്തെ PTH പഠനം പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു 4 വർഷത്തെ പഠനമായിരുന്നു. അതിനുശേഷം നാട്ടിൽ തിരിച്ചു വന്ന് കണ്ണൂരിലുള്ളതായിരിക്കുന്ന ബ്രദറൻ ചർച്ചിനോട് ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന അനുഗ്രഹീത, ഇന്ന് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന ദൈവദാസൻ ഡോക്ടർ പൗലോസ് തുടിയനോട് ചേർന്ന് ബൈബിൾ വോയിസ് മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ സമയത്തൊക്കെ എൻ്റെ ആഗ്രഹം ഗൾഫിൽ പോയി ഒരു ജോലി സമ്പാദിക്കുക, ആ ജോലി ചെയ്ത കൂട്ടത്തിൽ തന്നെ നമുക്ക് ജോലി കർത്താവിന്റെ ശുശ്രൂഷയും ചെയ്യുക എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബൈബിൾ സ്കൂളിൽ പോയത് വ്യക്തിപരമായിട്ട് ദൈവവചനം പഠിക്കണമല്ലാതെ പൂർണ്ണസമയ ദൈവവേലയ്ക്ക് വേണ്ടി അല്ലായിരുന്നു ഞാൻ പോയത്. എന്നാൽ ഗൂഡല്ലൂരിൽ വെച്ച് നടത്തിയ ഒരു മീറ്റിംഗിൽ ചെയ്ത ഒരു പ്രസംഗം, ആ പ്രസംഗം 2 തിമോത്തിയോസ് 4:1 ആസ്പദമാക്കി ബ്രദർ പൗലോസ് തുടിയൻ നടത്തിയ ഒരു സന്ദേശമാണ്.
ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവിടുത്തെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്ന വചനം പ്രസംഗിക്കുക. ഈ പ്രസംഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആളത്വ മഹിമയെക്കുറിച്ചുള്ളതായിരിക്കുന്ന മനോഹരമായ ഒരു ചിത്രം ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ നൽകി. എന്റെ ഹൃദയത്തിന് അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഞാൻ ആ മീറ്റിംഗിൽ ഏറ്റവും പുറകിലിരിക്കുകയായിരുന്നു. ഞാൻ കൈ ഉയർത്തുകയോ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. ഇത്ര അനുഗ്രഹീതനായിരിക്കുന്ന, ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നൊരു തീരുമാനം അന്നെടുക്കുകയും അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ഉണ്ടാകുകയും ചെയ്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ നമ്മൾ പലരും ഒരു പക്ഷേ പല നല്ല പ്ലാനുകൾ, നമുക്ക് വ്യക്തിപരമായ പ്ലാനുകൾ കാണും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവം നമുക്ക് ദൈവവിളി നൽകുന്നയാളാണ്. ദൈവം വിളിക്കുന്നു, ദൈവം നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നു. ആ ദൈവവിളി നമ്മൾ കേൾക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം തുറക്കുകയും ദൈവത്തിന്റെ വചനം വ്യക്തിപരമായി വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മിനിസ്ട്രിയെ കുറിച്ച് ഉള്ള ചോദ്യം വന്നിട്ടുണ്ട്. മിനിസ്ട്രി ഒരു ലളിതമായ ഒരു പ്രാർത്ഥന ഞാൻ ആദ്യകാലങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ചെയ്യുകയുണ്ടായി. അത് ഇപ്രകാരമാണ്: കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ പിതാവ് പാർട്ടീഷനൊക്കെ ചെയ്ത് നൽകുന്നതായിരിക്കുന്ന സമ്പത്ത്, അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റിട്ട് ആ പണം കൊണ്ട് ഒരു മൈക്ക് സെറ്റ് മേടിച്ച് വീട്ടിലുള്ളതായിരിക്കുന്ന വലിയ ഒരു ഉയർന്ന മരത്തിൽ വെച്ച് കെട്ടി ഞങ്ങളുടെ പട്ടണത്തിലേക്ക് സുവിശേഷം പ്രക്ഷേപണം ചെയ്യണം. ഹൈസ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളായിരിക്കുന്ന ലളിതമായ ഒരാഗ്രഹമായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം കേട്ട് ആരെങ്കിലുമൊക്കെ അറിയണം, കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് പറഞ്ഞ കത്തയച്ചാൽ ആ കത്തിന് മറുപടി അയക്കാൻ ഞാൻ തയ്യാറാണ്. വളരെ ലളിതമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം. എന്നാൽ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ കമ്മിറ്റ്മെന്റിന് പ്രതികരണം നൽകുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. എന്റെ ഭവനത്തിലുള്ള ഒരു മരത്തിന്റെ മുകളിൽ ഒരു മൈക്ക് സെറ്റ് വെച്ച് കെട്ടി സുവിശേഷം പ്രസംഗിക്കുക അല്ല എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ശ്രീലങ്ക പ്രക്ഷേപണ നിലയത്തിൽ നിന്നായിരുന്നു ആദ്യ റേഡിയോ സന്ദേശം കൊടുക്കുവാനായിട്ട് ദൈവം എനിക്ക് ഒരവസരം നൽകിയത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഏകദേശം 40 വർഷക്കാലം കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. പൂർണ്ണസമയ പ്രേക്ഷിത വേലയിൽ സമയം ചെലവഴിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അത് നമ്മുടെ കഴിവോ പ്രാപ്തിയോ നമ്മുടെ മിടുക്കോ അല്ല, ദൈവത്തിന്റെ കൃപയാണ് നമ്മെ സഹായിക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ഏകദേശം 12 ടെലിവിഷൻ ചാനലിലൂടെയും 9 കേബിൾ ചാനലിലൂടെയും 9 റേഡിയോ നിലയങ്ങളിലൂടെയും ലോകമെമ്പാടുമുള്ള അനേകർക്ക് ദൈവത്തിന്റെ വചനം എത്തിച്ചു കൊടുക്കുവാൻ ദൈവം വളരെ അസുലഭമായിരിക്കുന്ന ഒരു മഹാഭാഗ്യം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലി പുതുപ്പള്ളിയിലെ ഒരു കമന്റഡ് സുവിശേഷകനായിട്ടും ശുശ്രൂഷകനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഇന്ത്യൻ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിന്റെ കേരള ഘടകത്തിന്റെ ഒരു ബോർഡ് മെമ്പറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. റെഡ് ക്രോസിന്റെ ഒരു ലൈവ് മെമ്പറാണ് ഞാൻ. വേർപാട് വീക്ഷണം മാസികയുടെ മീഡിയ കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മാസ് മീഡിയ പ്രോഗ്രാം പ്രൊഡക്ഷൻ ആണ് പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വചന ശുശ്രൂഷയിലും അതുപോലെ കൗൺസിലിംഗിലും പ്രത്യേകിച്ച് ധാരാളം അന്വേഷകരെ കിട്ടുമ്പോൾ അവരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതിലും വളരെയധികം സമയം മാറ്റിവെക്കുന്നുണ്ട്. ലിറ്ററേച്ചർ പ്രിന്റിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനേക ശുശ്രൂഷകൾ കഴിഞ്ഞ 30-35 വർഷക്കാലം ഞങ്ങൾ അവതരിപ്പിച്ച പ്രോഗ്രാമുകൾ, ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള പ്രോഗ്രാമുകൾ ഒരു മീഡിയ പ്ലെയറിൽ ഞങ്ങളിപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ ബൈബിളും അതിനകത്ത് ഇപ്പോൾ ലഭ്യമാണ്. അന്വേഷകർക്ക് അത് ഞങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ അനുഗ്രഹമായി തീരുന്നു എന്നുള്ളത് അനേകരുടെ സാക്ഷ്യങ്ങളിൽ നിന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ചും അതുപോലെ കുടുംബ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യം പ്രിയപ്പെട്ടവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ നൽകി. ഒരാള് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. 2 പേരിൽ ഏറ്റവും മൂത്തയാൾ മോളാണ്, റേച്ചൽ വിവാഹം കഴിഞ്ഞ് റേച്ചലും ജെറിയും അവർ 2 പേരും ന്യൂസിലൻഡിൽ കുടുംബമായിട്ട് താമസിക്കുന്നു, ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരു കൊച്ചുമോളെ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒലിവിയ എന്നാണ് പേര്. എൻ്റെ മോൻ ഞങ്ങളോടുകൂടെ ഭവനത്തിലുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വേറെ ചില കോഴ്സുകൾ സ്പെഷ്യലൈസ് ചെയ്ത് ചില പ്രത്യേക വിഷയങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം പാർട്ട് ടൈം ജോലിയിലും ഏർപ്പെട്ടിരിക്കുന്നു. ഡാനി മഗ്രിഗർ ജോൺ എന്നാണ് മോന്റെ പേര്. അവനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ശുശ്രൂഷകളിൽ സഹായിക്കുവാനായിട്ട് എൻ്റെ ഭാര്യ റീറ്റ എൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങളിൽ എന്നെ സഹായിക്കുന്നു. ഞങ്ങളുടെ
ഒരു മൂത്ത എൻ്റെ ഒരു സഹോദരൻ ഒഴികെ ബാക്കി എല്ലാ കുടുംബാംഗങ്ങളും 8 പേരും രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് നമ്മുടെ സഭാ പശ്ചാത്തലത്തിൽ കർത്താവിന്റെ വിവിധ ശുശ്രൂഷകളിലായിരിക്കുന്നു. 2 പേര് പൂർണ്ണസമയ പ്രേക്ഷിത വേലയിലായിരിക്കുന്നു. മറ്റുള്ളവർ സഭകളിലെ വിവിധ ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ മാത്രം ഇപ്പോഴും കാത്തലിക് ചർച്ചിൽ തുടരുന്നു. അദ്ദേഹത്തിന്റെ പേര് ടോമി എന്നാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. മിനിസ്ട്രി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ശുശ്രൂഷകൾ, മിനിസ്ട്രി എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം വിളിച്ചിറക്കിയവരും ദൈവത്തെ വിളിച്ചിറങ്ങുന്നവരും ഉണ്ട് എന്നുള്ളത് നാം മറന്നു കളയാൻ പാടില്ല. ദൈവം വിളിച്ചിറക്കിയവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ വഴി നടത്തും, അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു കാര്യം, മനുഷ്യരും കള്ള സഹോദരന്മാരും ജഡിക വിശ്വാസികളും നമുക്കെതിരെ എന്തും ചെയ്യാം, നമുക്കെതിരെ പ്രവർത്തിക്കാം. എന്നാൽ സങ്കീർത്തനം 56:11 തിരുവചനം നാം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. സങ്കീർത്തനക്കാരന്റെ ഒരു ധൈര്യമാണ്. ഈ വൈഷമ്യങ്ങൾ വരുമ്പോൾ അതാണ് നമ്മുടെ ആശ്രയമായിട്ട് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. മനുഷ്യർക്ക് പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും, പലതും ചെയ്യും. നമ്മൾ ക്ഷീണിക്കും, നമ്മൾ മടുക്കും, നമ്മൾ കണ്ണുനീർ തൂകും, വ്യാജ പ്രചരണങ്ങൾ നമ്മൾ നേരിടും. അപ്പോൾ സങ്കീർത്തനം 56:8 തിരുവചനം, ദൈവം എൻ്റെ ഉടർച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അപ്പൊ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ വിലപിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണുനീർ കാണാതെ ഒരിക്കലും ഇരിക്കില്ല. അവർ നമ്മൾ മറുപടി തരുന്ന ഒരു നല്ല രക്ഷകനാണ്. സങ്കീർത്തനം 56:9 പറയും പോലെ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ശത്രുവിനെ ജയിക്കുവാനുള്ള അവസരങ്ങളെ ദൈവം നമുക്ക് നമ്മുടെ ശത്രുക്കൾ മുഖാന്തരം ഒരുക്കുകയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം, ധൈര്യപ്പെടണം. അത് നമ്മുടെ വളർച്ചയ്ക്കാണ്, അത് വളരെ ആവശ്യമാണ്. വ്യാജമായിരിക്കുന്ന പല പ്രചരണങ്ങൾ നമ്മളെല്ലാവരും നേരിടും. പ്രേക്ഷിത പ്രവർത്തകർ മാത്രമല്ല, എല്ലാ സഹോദരന്മാരും നമ്മുടെ ജീവിതത്തിൽ നേരിടാറുണ്ട്. അങ്ങനെ നേരിടുമ്പോൾ സങ്കീർത്തനം 31:20 വാഗ്ദത്തം, ആ വാഗ്ദത്തം ദൈവ വാഗ്ദത്തമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിവർത്തിക്കപ്പെടുന്നത്. സങ്കീർത്തനം 31:20, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ദൈവം തന്റെ കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ആ സമയങ്ങളിൽ ലഭിക്കും. സങ്കീർത്തനം 31:23 നമ്മൾ വായിക്കുന്ന എന്താണ്? യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു. അത് ദൈവത്തിന്റെ പ്രഖ്യാപനമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അപ്പം ധൈര്യമായിട്ടിരിക്കുവാനും ഹൃദയം ഉറച്ചിരിക്കുവാനുമുള്ള വഴിയാണ് സങ്കീർത്തനം 31:24 തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യഹോവയിൽ പ്രത്യാശിക്കുക. വലിയ ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടാം. ഇതൊക്കെ എൻ്റെ മിനിസ്ട്രി എക്സ്പീരിയൻസ് ആണ്. എല്ലാ ദേവദാസന്മാരുടെയും അനുഭവങ്ങൾ ഇത് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ ഉപദ്രവങ്ങൾ നേരിടും. അപ്പോസ്തല പ്രവൃത്തികൾ 9:16 കർത്താവ് പറഞ്ഞു, ശൗൽ എൻ്റെ നാമത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. ഇത് ദൈവത്തിന്റെ ഒരു പ്രോഗ്രാമാണ്, ദൈവത്തിന്റെ ഒരു പ്രൊജക്റ്റാണ്. ദൈവം പൗലോസിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു, എൻ്റെ നാമത്തിനു വേണ്ടി ശൗല് എന്തെല്ലാം കഷ്ടം അനുഭവിക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കും. അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കും, അനുഗ്രഹങ്ങൾ നൽകും. ആ കൂട്ടത്തിൽ ദൈവത്തിന്റെ ഒരു പ്രോജക്റ്റാണിത്. എന്തെല്ലാം കഷ്ടം എൻ്റെ നാമത്തിനു വേണ്ടി അവർ അനുഭവിക്കണം. നമ്മൾ കർത്താവിന്റെ നാമത്തിനു വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ട് തളർന്ന് ഡിസ്ഹാർട്ടൺ ആയിട്ട് പോകേണ്ട കാര്യമില്ല, ഡിസപ്പോയിന്റഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. അതിന്റെ കാരണം കാൽവരിയിലെ ക്രൂശിൽ ലോകത്തിലെ ആരും അനുഭവിക്കാത്ത അസംഖ്യ കഷ്ടങ്ങൾ നമുക്ക് വേണ്ടി അനുഭവിച്ച, മരണത്തെ ജയിച്ചു നേറ്റ രക്ഷിതാവാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 26:22 പൗലോസ് പറയും പോലെ, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്തു. അതുതന്നെയാണ് എനിക്കും ആവർത്തിക്കുവാനായിട്ടുള്ളത്. നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കിയാൽ, ദൈവത്തിന്റെ സഹായം ലഭിക്കിയാലാണ് ഇന്നുവരെയും നിൽക്കുവാനും ചെറിയവരോടും വലിയവരോടും സുവിശേഷം പങ്കുവെക്കുവാനായിട്ടും ഇടയായി തീർന്നത്. അല്ലാതെ നമ്മുടെ എക്സ്പീരിയൻസ് അല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ അല്ല, കുടുംബ മഹിമയല്ല, നമ്മുടെ മറ്റ് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യത്തിൽ പ്രശംസിക്കുവാനില്ല. ദൈവത്തിന്റെ സഹായം, അതിൽ ആശ്രയിക്കുക. അതുപോലെ ലോകവും നേതാക്കന്മാരും നമുക്ക് ഭ്രാന്താണെന്ന് പറയും. അപ്പോസ്തല പ്രവൃത്തി 26:25 രാജശ്രീ ഫെസ്തോസേ,
എനിക്ക് ഭ്രാന്തില്ലെന്ന് തിരിച്ച് പൗലോസ് അദ്ദേഹത്തോട് പറയേണ്ടി വന്നു. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നേരിടും. 1 കൊരിന്ത്യർ 10:13 പരീക്ഷകൾ വരും. അതിന് ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ അതിന് പോക്കുവഴികളും ദൈവം ഒരുക്കുമെന്ന് അവിടെ വാഗ്ദത്തം ഉണ്ട്. 2 കൊരിന്ത്യർ 12:9 ജഡത്തിലെ ശൂലം, അത് പൗലോസിന്റെ ജീവിതത്തിലെ വലിയ ഒരു ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു. പൗലോസ് പ്രാർത്ഥിച്ചു, പക്ഷേ ദൈവം പറഞ്ഞു അത് മാറ്റുന്നില്ല, അത് ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കും. എന്നാൽ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിലിപ്പിയർ 4:7 പറയുന്നുണ്ട്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ സഹിത്വവും നമുക്കുണ്ട് എന്നുള്ളത് രുചിച്ചറിയുവാനുള്ള സന്ദർഭങ്ങളാണ്. ഈ മിനിസ്ട്രി എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 1-2 കാര്യങ്ങളുടെ സാധാരണ ആൾക്കാർ പറയാത്തത് പങ്കുവയ്ക്കാനായിട്ടുണ്ട്. 1, ചർച്ച് പൊളിറ്റിക്സ്. എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ പ്രാദേശിക സഭകളിലും ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ചർച്ച് പൊളിറ്റിക്സ് എന്നുള്ള യാഥാർത്ഥ്യം അറിയുകയും അകന്നിരിക്കുകയും ചെയ്താലേ ദൈവവേല ഫലകരമാവുകയുള്ളൂ എന്നുള്ളത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 1:10-12 വരെയുള്ള വാക്യങ്ങളാണ് പൗലോസ് കൊരിന്തിലെ ചർച്ച് പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിന്റെ മൂല കാരണം എന്തായിരുന്നു? പക്ഷം പിടുത്തമായിരുന്നു. 4 പക്ഷങ്ങളെ കുറിച്ച് പൗലോസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസിന്റെ പക്ഷം, അപ്പൊല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. ക്രിസ്തുവിന്റെ പേരിലും ഒരു പക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷമാണ്, ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരാണ്, ബാക്കിയുള്ളവരൊക്കെ അനാത്മികരാണ്, ജഡീകരാണ്, ദൈവത്തോട് വളരെ അടുത്തൊന്നും ജീവിക്കുന്നവരല്ല എന്നുള്ള ചിന്തയിൽ സൂപ്പർ സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്നവരും ഒക്കെ ഉണ്ട്. നമ്മൾ സ്പിരിച്വലായിട്ടൊക്കെ ജീവിക്കണം, പക്ഷേ ഈ സൂപ്പർ സ്പിരിച്വൽ ആണെന്ന് സ്വയം ചിന്തിച്ച് അഹങ്കാരത്തിന് അടിമകളായി പോയാൽ നമ്മുടെ ശുശ്രൂഷകൾ ഫലകരമല്ലാതെ പോകും എന്നുള്ളത് മറന്നു കളയുവാൻ പാടില്ല. 2 ചോദ്യങ്ങൾ പൗലോസ് ഈ ചർച്ച് പൊളിറ്റിക്സിനോട് ബന്ധപ്പെട്ട് കൊരിന്ത്യരോട് ചോദിക്കുന്നുണ്ട്. അതിലൊന്ന്, ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുകയാണോ? 2ാമത്തെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? ഈ 2 ചോദ്യങ്ങളാണ് അതിന് പരിഹാരമായിട്ട് പൗലോസ് അവരോട് ചോദ്യ രൂപത്തിൽ ചോദിക്കുന്നത്. ഇനി ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ആർക്കും അന്യായമായി കൂട്ടുനിൽക്കാതെ അവർക്കായി ക്രൂശിക്കപ്പെട്ടവനിൽ നാം ശരണപ്പെടുകയും ആ ക്രൂശിതന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുക. 2ാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യെശയ്യാവ് 8:18 ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവ് തന്റെ സാക്ഷ്യമാണ് അവിടെ പറയുന്നത്. യെശയ്യാവ് പറയുകയാണ്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. അപ്പൊ ഈ യെശയ്യാവിനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവം ഒരു വലിയ സാക്ഷ്യമായിട്ട് നിലനിർത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അത് സാധിച്ചത്? യെശയ്യാവ് 8:11 യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തത് എന്തെന്നാൽ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നത് എന്തെന്നാൽ. അപ്പൊ ദൈവം യെശയ്യാവിന്റെ കൈക്ക് ബലമുള്ള കൈകൊണ്ട്, ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് പിടിച്ചിട്ട് ഒരു ഉപദേശം കൊടുത്തു, ഒരു അഡ്വൈസ് കൊടുത്തു. അത് നമുക്കും തരുന്ന അഡ്വൈസ് ആണ്. എന്താണ് അഡ്വൈസ്? ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത്, അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയും അരുത്. യഹോവ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവ ഭയമുള്ളവരായിട്ട് ജീവിക്കുക. ഈ ജനം കൂട്ടുകെട്ട് എന്ന് പറയുന്നതിന്റെ പുറകെ പോകരുത്, പക്ഷത്തിന്റെ പുറകെ പോകരുത്, പൊളിറ്റിക്സിന്റെ പുറകെ പോകരുത്. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ആശ്രയിക്കുക, ദൈവ തിരുമുഖത്തേക്ക് നോക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ബലമുള്ള കൈകളിൽ, ദൈവത്തിന്റെ ബലപ്പെടുത്തുന്ന കൃപയിൽ നമുക്ക് പ്രയോജനകരമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ മിനിസ്ട്രി എക്സ്പീരിയൻസിനോട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം സൂചിപ്പിക്കാനായിട്ടുള്ളത്, സ്നേഹരഹിത വേലയ്ക്ക് വട്ടപൂജ്യം മാർക്ക്. 1 കൊരിന്ത്യർ 13 ആദ്യത്തെ 8 തിരുവചനങ്ങൾ, 1 കൊരിന്ത്യർ 13 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. സ്നേഹത്തിന്റെ ഭരണഘടനയാണ് പൗലോസ് അവിടെ സഭകൾക്ക് നൽകിയിരിക്കുന്നത്, നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പ് അല്ലെങ്കിൽ ചിലമ്പുന്ന കൈത്താളം. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. ഇത് പൗലോസിന്റെ വാക്കുകളാണ്. സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അവിടെ സ്നേഹം ചെയ്യാത്ത 8 കാര്യങ്ങളും സ്നേഹം ചെയ്യുന്ന 8 കാര്യങ്ങളും പൗലോസ് വിവരിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് ആവശ്യമില്ല, പിന്നീട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഒടുവിൽ 1 കൊരിന്ത്യർ 13:8
സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല എന്ന് പൗലോസ് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തെല്ലാം വലിയ പ്രവർത്തനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, എത്രമാത്രം നമ്മൾ ഫേമസ് ആണെന്ന് പറഞ്ഞാലും, ലോകം മുഴുവനും സുവിശേഷീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, ഈ സ്നേഹമില്ലെങ്കിൽ മറ്റെന്തെല്ലാം വരങ്ങളുണ്ടെങ്കിലും പ്രയോജനമില്ല. സ്നേഹ സംസ്കാരത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എല്ലാ ക്രൈസ്തവരും എന്നുള്ളത് നമ്മൾ മറന്നുകളയരുത്. നമ്മുടെ സഭകളിൽ അത് പങ്കുവയ്ക്കുവാൻ നമുക്ക് ഇടയായി തീരണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് 1 കൊരിന്ത്യർ 12:4 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മൾ ആ ഭാഗം വായിച്ചാല്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുക. ഇത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക സത്യമാണ്, ഒരു ഉപദേശ സത്യമാണ്. ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ചുള്ള അവതരണമാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാണ്, ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളാകുന്നു. അപ്പോൾ ഈ പല അംഗങ്ങളാണ് സഭകളിലുള്ളത്, പല ശുശ്രൂഷകളാണുള്ളത്. ഇപ്പോൾ പ്രിയ ദൈവത്തിന്റെ ദാസൻ ഗാനങ്ങൾ ആലപിച്ചു. ദൈവദേവത്തിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ്. ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേഷൻ, ലീഡിങ്, സുവിശേഷകന്മാര്, സൺഡേ സ്കൂൾ അധ്യാപകര്, സഭയിലെ എൽഡേഴ്സ്, അങ്ങനെ സൺഡേ സ്കൂൾ അധ്യാപകർ, ഇങ്ങനെ ഏതെല്ലാം നിലകളിലാണ് ദൈവം നമ്മളെ വിവിധ ശുശ്രൂഷകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏത് ശുശ്രൂഷയാണെങ്കിലും ഓരോരുത്തർക്കുമുള്ള കൃപാവരങ്ങൾ നമ്മൾ കണ്ടെത്തണം, നമ്മൾ മറന്നുകളയരുത്. എന്നേക്കാൾ നന്നായിട്ട് പാടുന്നവരുണ്ട്, എന്നേക്കാൾ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നവരുണ്ട്, എന്നേക്കാൾ ആത്മീകരുണ്ട്, എന്നേക്കാൾ ലീഡർഷിപ്പ് യോഗ്യതകളുള്ളവരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. എന്നേക്കാൾ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേദന തുടങ്ങരുത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. യോവേൽ 2:8 നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ്. യോവേൽ 2:8 വാക്യം, അവർ തമ്മിൽ തിക്കാതെ താന്താന്റെ പാതയിൽ നേരെ നടക്കുന്നു. ഇതാണ് നമ്മുടെ സഭകളിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഏക പോംവഴി. തമ്മിൽ തിക്കാണ് ഈ സകല പ്രശ്നങ്ങൾക്കും കാരണം. അപ്പൊ പൊതുവെ സഭയിൽ വരുന്ന പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 12:15 നാം വായിക്കുന്നുണ്ട്, ഞാൻ കൈയല്ലായിക്കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് പറയുകയില്ല. ഒരു കൂട്ടത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, ഒരു സ്ഥലസഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഒരു സുവിശേഷ വിഹിത സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, എനിക്ക് ഇന്ന ശുശ്രൂഷ കിട്ടിയെങ്കിലേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ എന്ന് നമ്മൾ പറയാതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താണ്, ദൈവം എന്നെ ഏത് നിലയിലാണ് ആ കാര്യത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നത്, അതിൽ നമ്മൾ ഉത്സുകരായിട്ട് നിലനിന്ന് പോവുക. രണ്ടാമത്തെ കാര്യം, കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല, തലയ്ക്ക് കാലുകളോട് എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമില്ല. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം. പണ്ടൊരു സാഹിബ് ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ച് അമേരിക്കയിൽ പോയി അവരെല്ലാ സ്നേഹിതന്മാരൊക്കെ ചോദിച്ചു, ഹൗ ഈസ് ഇന്ത്യ? സാഹിബ് ഉടനെ മറുപടി പറഞ്ഞു, ഓ ഇറ്റ്സ് വണ്ടർഫുൾ, 1 man വർക്കിംഗ് ആൻഡ് 10 men ലുക്കിംഗ്. ഒരാള് ജോലി ചെയ്യും, 10 പേരത് നോക്കിയിരിക്കും. ഇത് നമ്മുടെ സഭകളിൽ ഉണ്ടാകരുത്. 1, 2, 3 പേര്. ഞാൻ പണ്ട് കാത്തലിക് ചർച്ചിലായിരുന്നപ്പോൾ വിശുദ്ധ കുർബാന കാണാൻ പോകുമ്പോൾ, അവിടെ കാണാൻ പോവുകയാണ് ഞങ്ങള്, അച്ഛനും കപ്പ്യാരും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു ആമയം പറഞ്ഞാൽ മതി. അങ്ങനെയല്ല ന്യൂട്രിഷന്റെ പാറ്റേണിലുള്ള സഭകളിൽ നടക്കേണ്ടത്. എല്ലാ അംഗങ്ങൾക്കും കൃപാവരങ്ങൾ ഉണ്ട്. അവരവരുടെ കൃപാവരങ്ങളെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ശുശ്രൂഷകൾ അവരെ പരമേൽപ്പിച്ച് അവരെ കർത്താവിന് വേണ്ടി പ്രയോജനകരമായി ഉപയോഗിക്കുന്നവരാക്കി തീർക്കേണ്ടതാണ്. അത് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് 1 കൊരിന്ത്യർ 12:22 വാക്യത്തിൽ പറയുന്നുണ്ട്, ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളതാകുന്നു. എല്ലാവരെയും നമുക്ക് ആവശ്യമുണ്ട്, കർത്താവിന് ആവശ്യമുണ്ട്, സഭയ്ക്ക് ആവശ്യമുണ്ട്. 25 വാക്യത്തിൽ ദൈവം ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. കൂട്ടുത്തരവാദിത്വമാണുള്ളത്. ഒരവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ എല്ലാവരും കഷ്ടം അനുഭവിക്കുന്നു. നന്മ അനുഭവിക്കുന്നെങ്കിൽ എല്ലാവരും നന്മ അനുഭവിക്കുന്നു. എത്ര മനോഹരമായ ചിത്രമാണ് പ്രാദേശിക സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് തരുന്നത്. ഇത് നമ്മുടെ സഭകളിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അത് പലപ്പോഴും സംഭവിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു മിനിസ്ട്രി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാനത് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ഉണരാം, പ്രവർത്തിക്കാം. ഈ സദൃശം 24:19 നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിഞ്ഞു പോകരുത്. അത് മുഷിച്ചിൽ വരാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. ജഡീകന്മാര് നിമിത്തം, നമ്മളെ ഉപദ്രവിക്കുന്നവർ നിമിത്തം, നമ്മളോട് അസൂയപ്പെടുന്നവർ നിമിത്തം നമ്മൾ വളരെയധികം മുഷിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യരുത് എന്ന് തിരുവെഴുത്ത് പലയിടത്തും പറയുന്നു. ദുഷ്ടനോട് അസൂയപ്പെടരുത്. യോഹന്നാൻ 21 അധ്യായത്തിൽ 21-22 തിരുവചനങ്ങളിൽ നമ്മൾ വേറൊരു സംഭവം വായിക്കുന്നുണ്ട്. കർത്താവ് പത്രോസ് ചെയ്യേണ്ട ജോലികളെ കുറിച്ചൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തന്റെ ജീവിത അന്ത്യത്തെക്കുറിച്ചുള്ള സൂചന കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ വരുന്നത് കണ്ട് പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ, ഇവന്
യോഹന്നാന് എന്ത് ഭവിക്കും? കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? അവന്റെ ഭാവി അറിഞ്ഞിട്ട് നിനക്ക് എന്താണ് കാര്യം? നീ എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്. ഇവന്റെ കാര്യം എന്താകും, മറ്റേ ആളുടെ കാര്യം എന്താകും? അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇങ്ങനെ ആയിപ്പോയല്ലോ, അദ്ദേഹം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നല്ലോ. നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻ പ്രാദേശിക സഭയോട് ബന്ധപ്പെട്ട് എടുക്കുന്ന കാര്യമല്ല നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതാവശ്യമാണ്. എന്നാൽ ഓവറായിട്ട് മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി നമ്മൾ മനോദുഃഖത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കണ്ട. അവന്റെ കണക്ക് ദൈവത്തോട് കൊടുത്തോളും, അതെന്നോട് ചോദിക്കത്തില്ല. എന്റെ കണക്ക് ദൈവം എന്നോട് ചോദിക്കും, എന്റെ കണക്ക് നിങ്ങളോട് ആരും ദൈവം കർത്താവ് ആരോടും ചോദിക്കുന്നത് അവരവരുടെ കണക്കായിരിക്കും, മറ്റുള്ളവരുടെ കണക്ക് ആയിരിക്കില്ല എന്നുള്ളത് നമ്മൾ ഓർത്ത് നമ്മൾ ധൈര്യപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. ഭൗതിക ആവശ്യങ്ങളോട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരും. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദൈവമല്ല അതിന്റെ കുറ്റക്കാരൻ, ദൈവജനമാണ്, നമ്മൾ ഓരോരുത്തരുമാണ് അതിന്റെ കുറ്റക്കാരൻ. 2 കൊരിന്ത്യർ 8:1 കൊടുക്കുവാനുള്ള കൃപയെ വൃഥാ വാക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരാണ് അതിന്റെ ഉത്തരവാദികൾ. 2 കൊരിന്ത്യർ 8:3 മക്കതോനിയ സഭകൾ മറ്റുള്ളവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ പറ്റി അന്വേഷിക്കുന്ന ഒരു മാതൃക നമ്മൾ വായിക്കുന്നുണ്ട്. ആ മാതൃക നമ്മൾ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റാത്തതാണ് അതിന്റെ കുഴപ്പം. പിന്നെ 2 കൊരിന്ത്യർ 8:12 നമ്മൾ വായിക്കുന്നുണ്ട്, മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ ദൈവപ്രസാദം ലഭിക്കും എന്ന അറിവിനെ അവഗണിക്കുന്നവരാണ് അതിന്റെ ഉത്തരവാദികൾ. അതായത് നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് കൊടുത്താൽ ദൈവത്തിന്റെ പ്രസാദം നമുക്ക് ലഭിക്കും. അത് നമ്മൾ അവഗണിക്കുന്നു. 2 കൊരിന്ത്യർ 9:5 പ്രേക്ഷിത വേലയ്ക്ക് പിശുക്കായിട്ട് കൊടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്, അത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. 2 കൊരിന്ത്യർ 9:7 സന്തോഷത്തോടെ കൊടുക്കുന്നവർക്ക് ദൈവത്തിന്റെ സ്നേഹം ലഭിക്കുന്നു. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 9:12 ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കുക, മിഷൻ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, സഭയ്ക്ക് കൊടുക്കുക, നിങ്ങൾ ഏത് പ്രവർത്തനത്തിനും കൊടുത്തുകൊള്ളുക. എന്നാൽ കൊടുക്കുന്നതിന്റെ പിന്നിലെ ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും നമ്മൾ ഈ 2 കൊരിന്ത്യർ ഈ അധ്യായങ്ങളിൽ നിന്നൊക്കെയും ചുമ്മാ വെറുതെ നമ്മളൊന്ന് വായിച്ചാൽ മാത്രം മതിയാകും, നമ്മൾ അതിൽ കൂടുതൽ ഉത്സുകരായിത്തീരും. ഇന്നൊരു പ്രോഗ്രാം ഞാൻ കേട്ടപ്പോൾ, ആ പ്രോഗ്രാമിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത ആള് പറഞ്ഞു, അതായത് ബാംഗ്ലൂരിലുള്ള ഏറ്റവും വലിയൊരു സഭയാണ്, 14,000 മെമ്പേഴ്സ് ഉള്ള ഒരു സഭയാണ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അനേക സഭാ ഹോളുകൾ പണിയും, വളരെ അടിയന്തരമായിട്ട് അവർക്ക് പണിയണം. അവര് പറഞ്ഞു സ്പെഷ്യലായിട്ട് അത് നമ്മളാണ് കൊടുക്കേണ്ടത്, കർത്താവിന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരൊറ്റ ദിവസം അവര് ഓഫറിംഗ് എടുത്ത് സ്തോത്ര കാഴ്ച എടുത്തതിൽ 4.5 കോടി രൂപയാണ് ഒരൊറ്റ ഞായറാഴ്ച അവർക്ക് സ്തോത്ര കാഴ്ചയായിട്ട് അവരുടെ ചർച്ചിൽ നിന്നും റേസ് ചെയ്യുവാനായിട്ട് അവർക്ക് പറ്റിയത്. സീംസ് ടു ബി ഇൻക്രെഡിബിൾ. പക്ഷേ കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരെ കർത്താവ് ആദരിക്കും, കർത്താവിന്റെ വേല അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. അടുത്ത് എന്നോട് മിനിസ്ട്രി എക്സ്പീരിയൻസ് ഇനിയും പലതും പറയാനുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഹൗ യു നോ ദ കോളിംഗ്? എങ്ങനെയാണ് കർത്താവിന്റെ വിളിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? 6 കാര്യങ്ങൾ അതോട് ബന്ധപ്പെട്ട് പെട്ടെന്ന് പറയാം. നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുമ്പോൾ രക്ഷയ്ക്കുള്ള ദൈവവിളിയിൽ പാപബോധം വരും. യോഹന്നാൻ 16:8 പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, രോഗബോധമല്ല വരുത്തുന്നത്, പാപബോധമാണ് വരുത്തുന്നത്. ഞാൻ രോഗസൗഖ്യം ലഭിച്ചു, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്ന് പറയുന്ന ധാരാളം ആൾക്കാർ ഇപ്പോഴുണ്ട്. ആത്മരക്ഷ എന്ന് പറയുന്നത് രോഗസൗഖ്യമല്ല, പാപരോഗത്തിൽ നിന്നുള്ള മോചനവും വിടുതലുമാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. യോഹന്നാൻ 16:9 അവർ എന്നിൽ വിശ്വസിക്കായിക്കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അതാണ് ഏറ്റവും വലിയ പാപം. പാപപരിഹാരമായിട്ട് മരിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ള സത്യം നമുക്കറിയാം. ഗലാത്യർ 2:21 സ്വയ നീതിയാലോ നീതി പ്രവൃത്തിയാലോ രക്ഷയില്ലെന്നുള്ള ബോധം ദൈവവിളിയിൽ നമുക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. ഗലാത്യർ 2:21 ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ മാറ്റം വരും. ദൈവവിളി എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ചോദ്യത്തിന്റെ ശക്തമായ ഒരു മറുപടിയാണ് ജീവിത പരിവർത്തനം. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഈസ് എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിയാകുന്നു. അതുപോലെ തന്നെ പാപത്തോട് വെറുപ്പും അകൽച്ചയും അനുഭവപ്പെടുവാനിടയായി തീരും. റോമാലേഖനം 6:14 നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണല്ലോ, നിങ്ങൾ ന്യായപ്രമാണത്തിലുള്ള കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ.
ഓശാന ബൈബിളിൽ അത് തർജ്ജമ ചെയ്തിരിക്കുന്ന പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ലല്ലോ. അപ്പോൾ പാപത്തെ ജയിച്ച് ജീവിക്കുവാനുള്ള ഒരു ദിവ്യ പ്രേരണ ദൈവവിളിയിൽ നമുക്ക് ലഭ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് തരും. മറ്റൊരു കാര്യം, അറിഞ്ഞോ അറിയാതെയോ പാപത്തിൽ വീണാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും വരെ നമ്മൾ വളരെ അസ്വസ്ഥരായിരിക്കും. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും. സങ്കീർത്തനം 51:1 നമുക്കറിയാം. ദാവീദ് എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, എന്നെ വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആനന്ദവും സന്തോഷവും എന്നെ കേൾക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:9 നമുക്കറിയാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മുടെ പാപങ്ങൾ കർത്താവ് ശുദ്ധീകരിക്കും. അതുപോലെ സവിശേഷം 28:13 നമുക്കറിയാവുന്ന വാക്യമാണ്, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. 1 Corinthians 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്പോൾ ദൈവ മക്കൾ എന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ 3:3 പറയുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നവരായിരിക്കണം. യാക്കോബിന്റെ ലേഖനം 1:27 തിരുവചനത്തിൽ കളങ്കം പറ്റാതെ, ലോകപ്രകാരമുള്ള കളങ്കം പറ്റാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്ന ഒരു ദിവ്യമായ ജോലി എല്ലാ ദൈവജനത്തിനും ഉണ്ട്, ദൈവമക്കൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. അടുത്ത എന്നോട് ചോദിച്ചിരിക്കുന്ന ഹൗ ഗോഡ് ഗൈഡ്സ് യു എന്നുള്ളതാണ്. ദൈവം എങ്ങനെ നയിക്കുന്നു? അതിൽ ഞാൻ വളരെ ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ അഭിഷേകവും എന്റെ അച്ചാരവും എന്റെ മുദ്രയുമായി ആശ്വാസപ്രദനായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും എന്നെ വഴി നടത്തുന്നു. അപ്പോൾ ഒന്നാമത് പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ഹൃദയത്തിൽ നിത്യ അധിവാസമായി, നമ്മുടെ അഭിഷേകമായി, മുദ്രയായി, അച്ചാരമായി നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. റോമർ 8:9, എഫേസ്യർ 1:14, യോഹന്നാൻ 16:12 തിരുവചനങ്ങളിൽ ഈ സത്യങ്ങൾ നമുക്ക് കാണാം. 2, ഹൗ ഗോഡ് ഗൈഡ്സ് യു. ദൈവ വചനത്താൽ നമ്മെ വഴി നടത്തും, എന്നെ വഴി നടത്തുന്നു. സങ്കീർത്തനം 119 വചനാനുഗ്രഹങ്ങൾ എത്ര മാത്രമാണ് വിവരിച്ചിരിക്കുന്നത്. ഒരു ഒറ്റ ഇരിപ്പിൽ നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. ദൈവത്തിന്റെ വചനം വായിക്കുകയും ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഐദർ ദ ഹോളി ബൈബിൾ വിൽ കീപ് യു എവേ ഫ്രം സിൻ ഓർ സിൻ വിൽ കീപ് യു എവേ ഫ്രം ദ ഹോളി ബൈബിൾ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. 3, പ്രാർത്ഥനയാൽ എന്നെ ദൈവം ഗൈഡ് ചെയ്യുന്നു. ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുന്നൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. നമ്മുടെ ശുശ്രൂഷകളിലെ ഫലം എന്ന് പറയുന്നത് നമ്മുടെ കഴിവും മിടുക്കും വളരെ വാചാലമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ എക്സ്പീരിയൻസോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നതും എന്നുള്ളതിനേക്കാൾ ഉപരി, അതിനൊക്കെ പ്രാധാന്യമുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി പ്രാർത്ഥനയുടെ പിൻബലം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളത് മറന്നു കളയാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചിലപ്പോൾ 3 വിധത്തിൽ മറുപടികൾ തരും. തരുന്നില്ല എന്ന് ദൈവം പറയുന്നത് തന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അല്പം കാത്തിരിക്കുക എന്ന് ദൈവം ചിലപ്പോൾ പറയും. ചിലപ്പോൾ ഉടൻ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നമ്മെ സന്ദർശിക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. പ്രാർത്ഥനാ ജീവിതം, അതിന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ളൊരു ചോദ്യം ഉണ്ട്. നിശ്ചിത സ്ഥലത്ത്, നിശ്ചിത സമയത്ത്, നിശ്ചിത സഭയിൽ, ഭവനത്തിൽ, കൂട്ടത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതല്ല പ്രാർത്ഥന എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പ്രാർത്ഥന ഒരു ജീവശ്വാസമാണ്. പ്രാർത്ഥന പ്രേക്ഷിത വേലയിൽ ഒരു ദൈവമകന്റെ, ഒരു ദൈവവേലക്കാരന്റെ ജീവശ്വാസമാണ്. മത്തായി സുവിശേഷം 6:6 കർത്താവ് പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ. വ്യക്തിപരമായ പ്രാർത്ഥനയാണത്. മത്തായി 6:5 കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. അത് ഗ്രൂപ്പ് പ്രയറിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു, സമൂഹ പ്രാർത്ഥനയാണ്. മത്തായി 6:6 പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് കർത്താവ് പറയുന്നത് രഹസ്യ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഒരു സൂചനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 6:5 രഹസ്യങ്ങൾ കാണുന്ന ഒരു ദൈവവുമുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് മുന്നേറാനായിട്ട് കഴിയും. ഒരു പ്രത്യേക നിശ്ചിത സമയത്തോ സ്ഥലത്തോ സഭയിലോ ഭവനത്തിലോ കൂട്ടത്തിലോ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ, ജോലിക്കിടയിൽ, നമ്മുടെ രാത്രിയാമങ്ങളിൽ, ഉറക്കം വരാത്ത നേരങ്ങളിൽ, നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാൻ നമ്മൾ പഠിക്കണം. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. കണ്ണടച്ച് മാത്രം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കരുതെന്നേ ഉള്ളൂ. ഏത് സമയത്തും അടുക്കളയിൽ ജോലിയിലാണോ പ്രാർത്ഥിക്കാൻ കഴിയും. സഹോദരിമാർക്ക് പ്രാർത്ഥിക്കാം, സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കാം. എത്രമാത്രം സമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട്, എത്രമാത്രം വിഷയങ്ങൾ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും.
അപ്പോൾ നെഹമ്യാവ് 2:5 നെഹമ്യാവ് രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്പനിമിഷം പ്രാർത്ഥിച്ചിട്ട് രാജാവിന് മറുപടി കൊടുത്തു. ഈ പ്രാർത്ഥനയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് മറുപടി കിട്ടുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ്, നമ്മുടെ സംശയങ്ങൾ തീർത്തു തരുന്ന പ്രാർത്ഥനയാണ്, ഫലകരമായ വേല നടക്കുവാൻ, സ്വയ കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ മാറ്റിക്കളയുവാൻ, കൂട്ടു സഹോദരങ്ങൾക്ക് ശക്തിയും ബലവും പകരാൻ എല്ലാം പ്രാർത്ഥനയാണ് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത്. ഏത് പ്രവർത്തനത്തിലും പങ്കാളിയാകാൻ പ്രാർത്ഥന എന്ന മാധ്യമത്തിലൂടെ നമുക്ക് കഴിയും. ലോകത്തിലെ ഏത് മിഷൻ പ്രവർത്തനത്തിന്റെയും ഒരു പങ്കാളിയാണ് ഞാനെന്ന് പറയണമെങ്കിൽ യു ഷുഡ് ബി എ പ്രയർ പാർട്ട്ണർ. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ പ്രയർ പാർട്ട്നേഴ്സ് ആർ അവർ റിയൽ പവർ ബിഹൈൻഡ് അവർ മിനിസ്ട്രി. പിന്നെ ബിഗ് ഇൻസിഡൻസ് ഇൻ ലൈഫ് എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരിക്കൽ ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ഒരു പ്ലെയിൻ യാത്രയിൽ പ്ലെയിൻ മംഗലാപുരം എയർപോർട്ടിൽ വളരെ അപകടകരമായ രീതിയിൽ ഇടിച്ചിറങ്ങാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ വലിയ അപകടമൊന്നും ഉണ്ടായില്ലെങ്കിലും പൈലറ്റ് ഒരു അപ്പോളജി ചെയ്തു. കമ്പ്യൂട്ടറിന്റെ ഒരു മിസ് കാൽക്കുലേഷൻ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, എത്രയോ അനർത്ഥങ്ങൾ, അപകടങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്നുണ്ട്, വിടുതൽ തരുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല. ദൈവത്തിന്റെ ദൂതന്മാരുടെ പരിചരണം നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് ഇൻ ലൈഫ്. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയും. പ്രവർത്തനത്തിനായിട്ട് പലപ്പോഴും പുറത്ത് പോകുന്ന സമയങ്ങളിൽ ഭാര്യ തനിച്ച് മക്കളെയും അവരുടെ കാര്യങ്ങളും നോക്കി എല്ലാവിധ പരിചരണവും നൽകുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു മകൻ ചില മണിക്കൂറുകൾ മാത്രം ജീവിക്കുകയും കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. ആ മരണ ദുഃഖത്തിൽ ഞങ്ങളെ ഇരുവരെയും ദൈവം നടത്തി ആശ്വസിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ മറക്കാനാവാത്ത ഒരു സംഭവമാണ്. എറണാകുളത്ത് ഞാൻ ഒരിക്കൽ ഒരു കൂട്ടുസഹോദരനോട് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇതുവരെ കണ്ടിട്ടില്ല. പോകാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് ആ വീട്ടിൽ കയറിയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എല്ലാവരോടും ചോദിക്കുന്ന പോലെ ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ രക്ഷിക്കപ്പെട്ടത്? അദ്ദേഹം പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞു, ബൈ ഹിയറിംഗ് യുവർ പ്രോഗ്രാം, ബൈ ഹിയറിംഗ് യുവർ ശ്രീലങ്ക ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഗോസ്പൽ പ്രോഗ്രാം. എനിക്ക് വളരെ അതിശയം തോന്നി. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം അങ്ങനെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്ന ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം അദ്ദേഹം ഒരു ഗവൺമെന്റ് ജോലിക്കാരനായി റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോഴാണ് ഞാനിത് അറിയുന്നത്. ഏതായാലും അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം 50,000 rupees ഫോർ ദ മിനിസ്ട്രി കൊടുക്കുവാനിടയായി തീർന്നു. അത് TV പ്രോഗ്രാമിനായിട്ട് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അത് ഞാൻ ഓർക്കുന്ന മറക്കാനാവാത്തൊരു സംഭവമാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് വന്നവരുമായവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പിന്തുണ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒരു ഞായറാഴ്ച വേറൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ഞായറാഴ്ച പൊൻകുന്നം ബ്രദറൻ സഭാ ഹാളിൽ വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഡംബര കാർ കൊണ്ടുവന്ന് അതിന്റെ മുമ്പിൽ പെട്ടെന്ന് നിർത്തുന്നു. അപ്പോൾ ആ സഭയിലെ എൽഡേഴ്സിൽ ഒരാൾ ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തോട് കുറച്ചേരം സംസാരിച്ചിട്ട്, ഞാൻ വചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക, അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒന്ന് ക്ഷമിക്കണം, അദ്ദേഹത്തോട് പോയി ഒന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, വചന ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഞായറാഴ്ച അതിനിടയ്ക്ക് പോകണോ? അദ്ദേഹത്തെ കാണണം, ഒരു അത്യാവശ്യമാണ്, 2 മിനിറ്റ്. ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, അദ്ദേഹം മൂവാറ്റുപുഴയിൽ നിന്നും വന്ന ഒരാളാണ്. അദ്ദേഹം ഈ വചന ശുശ്രൂഷ കേട്ടപ്പോൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഇന്ന പേരല്ലേ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് എന്നെ അറിയുന്നത്? ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞതാണ്, നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. ഈസ് എ കാത്തലിക് മാൻ. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളല്ല, അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്. അത് വളരെ എനിക്ക് അത്ഭുതകരമായ ഒരു സംഭവമായിട്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുകയാണ്. നമ്മുടെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ വാഹനം നിർത്തി സംസാരിക്കുവാൻ ഇടയായി തീർന്നു. മറ്റേ ഒരു ലാസ്റ്റ് ചോദിച്ചൊരു ചോദ്യം, ഹൗ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു യു? എങ്ങനെ ദൈവം വിശ്വസ്തനായി നടത്തുന്നു? എല്ലാ വിധത്തിലും, എല്ലാ ശുശ്രൂഷയിലും, എല്ലാ എതിർപ്പിലും, എല്ലാ ആവശ്യവേളകളിലും, എല്ലാ എതിർ പ്രചരണങ്ങളിലും മാത്രമല്ല, എൻ്റെ എല്ലാ പരാജയങ്ങളിലും എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു എന്നുള്ളത് ഞാൻ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വചനം തരുന്നു, ശുശ്രൂഷയ്ക്ക് കൃപ തരുന്നു, ശുശ്രൂഷയ്ക്ക് ഫലം തരുന്നു, കേൾവിക്കാർ അനുഗ്രഹങ്ങൾ വ്യക്തിപരമായി പങ്കുവയ്ക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം നടത്തുന്ന വിധങ്ങൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന വിധങ്ങൾ വളരെ ആശ്ചര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ നിലകളിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കർത്താവിന്റെ വേലയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരുന്ന ഇങ്ങനെയാണ്. വെളിപ്പാട് ദിവസം 3:7 നമ്മൾ വായിക്കുന്നുണ്ട്. ഫിലദൽഫിയ സഭയോട് പറയുന്നൊരു കാര്യമാണ്, വിശുദ്ധനും സത്യവാനുമായി ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന
കർത്താവ്. അപ്പൊ കർത്താവിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോലുള്ള നമ്മുടെ രക്ഷകൻ. ആ കർത്താവ് നമ്മുടെ വിശ്വസ്ത രക്ഷകനായി വാതിലുകൾ തുറക്കുന്ന അവസരങ്ങൾ തരുന്ന ദൈവമായിട്ട് എന്നും ജീവിക്കുന്നു. അത് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുന്ന ഒരു സാക്ഷ്യമാണല്ലോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ ജീവിതാനുഭവങ്ങളിലൂടെ എന്നുള്ളതായിരിക്കുന്ന ആ ഭാഗം അവസാനിപ്പിച്ച് വചന ശുശ്രൂഷ ഒരല്പസമയം എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു മഹാത്ഭുതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നമ്മളെ പുതിയ സൃഷ്ടികളാക്കി. അത് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട അതേ സമയം ആ രക്ഷാദാനമായിരിക്കുന്നത് പോലെ ആദ്യ ദാനമായ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്തിന്റെ അച്ചാരം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഈ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചാൽ ഒരുപാട് പേരുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവ്, പിന്നെ മരണത്തിന്റെ ആത്മാവ്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്, സാക്ഷ്യം പറയുന്ന ആത്മാവ്, ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ആത്മാവ്, പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, പിന്നെ നമ്മെ വഴിനടത്തുന്ന പരിശുദ്ധാത്മാവ്, നാം അനുസരിക്കേണ്ടതായ പരിശുദ്ധാത്മാവ്, നമുക്കുള്ള ആദ്യ ദാനമായ പരിശുദ്ധാത്മാവ്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇങ്ങനെ ഒരുപാട് പേരുകൾ പരിശുദ്ധാത്മാവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീവാത്മാവ് എന്നുള്ള പേരും 8-ന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവാൻ ദൈവം. 2, വീണ്ടും ഉണർവ് നൽകും അല്ലെങ്കിൽ പുതുക്കം നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ജീവാത്മാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം 8-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അടുത്തത് തിരിച്ചുള്ള ചോദ്യം, അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല, നമുക്ക് ദൈവാത്മാവുണ്ട്. 8-ന്റെ 12-13 തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മറുചോദ്യം, നിങ്ങളെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ടോ? നിങ്ങളെ പരിശുദ്ധാത്മാവിനെ, എന്നെ ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുന്നുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ആത്മാവ് നിയന്ത്രിക്കുന്ന 4 വിധങ്ങൾ, അതായത് ദൈവത്തിന്റെ ആത്മാവിന് എന്നെ കിട്ടുന്നുണ്ടോ, നമ്മളെ കിട്ടുന്നുണ്ടോ? നമ്മളെ ദൈവത്തിന്റെ ആത്മാവിന് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നതിനുള്ള 4 വിധങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഒരു വിശ്വാസിയെ നിയന്ത്രിക്കുന്നത്? 1, ദൈവത്തിന്റെ വചനത്താൽ. എഫേസ്യർ 5:18, കൊലോസ്യർ 3:16. അതായത് ക്രിസ്തുവിന്റെ വചനത്താൽ നിറയപ്പെടണം എന്നുള്ള കൽപ്പന അവിടെ കൊടുത്തിരിക്കുകയാണ്. നമ്മിൽ വസിക്കുന്നത്, അതായത് ക്രിസ്തുവിന്റെ വചനം നമ്മിൽ വസിക്കുന്നതിന് തുല്യമാണ് ആത്മനിറയൽ, ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശദമായ പഠനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ വാള് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. എഫേസ്യർ 6-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ വചനപരിചയമുള്ളവർക്കേ ആത്മനിറവ് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. വ്യക്തിപരമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഹൗ മച്ച് ടൈം ഡു ഐ സ്പെൻഡ് ഫോർ റീഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനം വായിക്കാൻ am I reading the word of God daily? നിരന്തോറും ദൈവത്തിന്റെ വചനം വായിക്കാൻ ഞാൻ സമയമെടുക്കുന്നുണ്ടോ? നമ്മളത് ഗൗരവമായി ചിന്തിക്കണം. 2, ആത്മാവ് എങ്ങനെയാണ് ഒരു വിശ്വാസിയെ നിയന്ത്രിക്കുന്നത്? 1, ദൈവവചനത്താൽ. 2, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു യാഗമായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ. അത് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 പത്രോസ് 2:1-2 വാക്യങ്ങളിൽ വളരെ ലഘുവായി നമ്മൾ കാണുന്ന കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അടുക്കണം, എങ്കിൽ മാത്രമേ ദൈവാത്മാവ് നമ്മെ നിയന്ത്രിക്കുകയുള്ളൂ. 3, ആത്മാവ് എങ്ങനെയാണ് ഒരു വിശ്വാസിയെ നിയന്ത്രിക്കുന്നത്? അതായത് ആത്മാവിനെ കെടുത്തിക്കളയരുത്. 1 തെസ്സലോനിക്കർ 5:19-20 വാക്യങ്ങൾ. വചനത്തിലെ കൽപ്പനകള്, വചനത്തിലെ കടമകൾ നമ്മൾ നിരസിക്കുന്നതിലൂടെ വായന അല്ലെങ്കിൽ ദൈവവചന പഠനമില്ലായ്മ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആത്മാവിനെ കെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് കെടുത്തുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പരിമിതപ്പെടുത്തുക, പരിമിതപ്പെടുത്തുക. എന്നിലൂടെയുള്ള ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മൾ പരിധികൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. 4, ആത്മാവ് എങ്ങനെയാണ് ഒരു വിശ്വാസിയെ നിയന്ത്രിക്കുന്നത്?
ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ 4:30. അനുസരണക്കേട്, അസന്മാർഗികത, നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതിലെല്ലാം നമ്മുടെ സമയം ചെലവഴിക്കുന്നത്, നമ്മുടെ പണം ചെലവഴിക്കുന്നത്, നമ്മുടെ താലന്തുകൾ ചെലവഴിക്കുന്നത്, ഇങ്ങനെ ഉള്ള എല്ലാ മേഖലകളിലും ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ഉള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നമ്മൾ വളരെ ആ നിലയിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 5, ആത്മാവ് എങ്ങനെയാണ് ഒരു വിശ്വാസിയെ നിയന്ത്രിക്കുന്നത്? അവിടെ പറയുന്നത് നിറവിനായിട്ട് പ്രാർത്ഥിക്കുക. ലൂക്കോസ് 11:13 തിരുവചനത്തിൽ സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ആത്മാവിനെ ഇങ്ങനെ കുറേശ്ശെ തരുന്നു എന്നുള്ളതായിരിക്കുന്ന ചിന്തയില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്, ആളാണ്, കേവലം ശക്തിയല്ല, സർവശക്തനായ ഒരാളത്വമാണ്. പിതാവിനും പുത്രനും തുല്യമായിരിക്കുന്ന വിശുദ്ധ ത്രിത്വത്തിലെ ഒരാളത്വമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പൂർണ്ണമായ ജീവിത നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ തന്നെ വിട്ടുകൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ അതെങ്ങനെ കിട്ടും? നമ്മൾ ആത്മാവിനുള്ളതാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എങ്ങനെ അറിയാം? 8:6 റോമർ 8:6 ജീവനും സമാധാനവും ഉണ്ടാക്കുന്നു. അങ്ങനെ ആ നിലയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കണമെങ്കിൽ 1, ചിന്താ ജീവിതത്തിൽ അനുസരണം കാണിക്കുക. ചിന്താ ജീവിതത്തിൽ 8:5 റോമർ 8:5 ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ ചിന്താ ജീവിതം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വേറൊരു തർജ്ജമയില് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ആത്മാവിനെ പിന്തുടരുന്നവർ ആത്മാവ് അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിനെപ്പറ്റിയാകും ചിന്തിക്കുന്നത്. വളരെ ലളിതമായ ഒരു തർജ്ജമയാണ്. അത് വളരെ ക്ലിയർ ആണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ എന്ത് ചെയ്യണം, എന്നെ കൊണ്ട് എന്താണ് ദൈവാത്മാവ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത. അപ്പോൾ നമ്മുടെ ചിന്താ ജീവിതത്തിൽ ദൈവാത്മാവിനോട് അനുസരണം കാണിക്കുക. അപ്പൊ ആത്മാവിനുള്ളതാണോ ചിന്തിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? റോമാലേഖനം 8:6 നമുക്കതിന് മറുപടിയുണ്ട്. ജീവനും സമാധാനവും ഉണ്ടാക്കുന്നു. 8:7 ഒരു തർജ്ജമയിൽ പറഞ്ഞിരിക്കുന്നത് പാപം നിറഞ്ഞ സ്വയം ഒരുവന്റെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ അവൻ ദൈവത്തിനെ നിരാകരിക്കുന്നു, അവൻ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുവാൻ മടിക്കും. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തേത് ചിന്താ ജീവിതത്തിൽ അനുസരണം കാണിക്കണം. രണ്ടാമത്തേത് ചീത്ത പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിൽ അനുസരണം കാണിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ജീവാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒപ്പം മരണാത്മാവും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് റോമാലേഖനം 8:13 നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടുത്തെ ആശയത്തെ ആസ്പദമാക്കി നമുക്ക് അങ്ങനെ പറയാം. മരണാത്മാവാണ്. എങ്ങനെയാണ് മരണാത്മാവ് എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണം? പാപപ്രവൃത്തികളെ നിർജീവമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവൈലബിൾ ആണ്. റോമാലേഖനം 6:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇതോടുള്ള ബന്ധത്തിൽ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഈ ചിന്താജീവിതത്തിൽ നാം അനുസരണം കാണിക്കണം. പിന്നെ ചീത്ത പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിൽ നാം അനുസരണം കാണിക്കണം. മൂന്നാമത് ഒരു കാര്യം, ചന്തമായി നടത്തപ്പെടുന്നതിൽ അനുസരണം കാണിക്കുക. 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ചന്തമായി നടത്തപ്പെടുക. അപ്പം സുഖകരമായ നടത്തം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, ഉപദ്രവമുണ്ട്, പട്ടിണിയുണ്ട്, നഗ്നതയുണ്ട്, ആപത്തുണ്ട്, വാളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശാന്തമായി നടത്തപ്പെടുന്നതിൽ അനുസരണം നമ്മൾ കാണിക്കുക. കഷ്ടതകളുടെ മധ്യത്തിലും എല്ലാ പ്രയാസങ്ങളുടെ മധ്യത്തിലും ചന്തമായി, ഭംഗിയായി, മനോഹരമായി ദൈവാത്മാവിനോട് സഹകരിച്ച് നടക്കുവാനിടയായി തീരണം. ചില കൊച്ചുകുട്ടികൾ മാതാപിതാക്കളുടെ കൈ അവരെ പിടിച്ച് നടത്തുമ്പോൾ അവര് കുതറി ഓടാനൊക്കെ അവർ ശ്രമിക്കും. എന്നാൽ അവരോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അപകടരഹിതമായൊരു യാത്രയാണ് ആ യാത്രയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവന് ആത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ട് കഴിയുമെന്നൊരു പ്രയോഗം റോമർ 8:14 നമ്മൾ വായിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അതെല്ലാം വായിച്ച് വിശദീകരിക്കുന്നില്ല. അതിന്റെ ലളിതമായ അർത്ഥം ഇത്രയേ ഉള്ളൂ: അവന് ആത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സമ്മതത്തോടെ നയിക്കപ്പെട്ടു എന്നാണ്. സമ്മതത്തോടെ നയിക്കപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ സമ്മതിക്കുന്നുവെങ്കിൽ മാത്രമേ എനിക്ക് ആത്മനിറവിന്റെ അനുഭവവും ആത്മാവിനാലുള്ള നടത്തപ്പെടലും അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറഞ്ഞ് ഇന്ന് ലോകം മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ബഹളവും ഒച്ചപ്പാടും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിനാൽ നിറയപ്പെടുക, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് നാം വളരെ ചുരുക്കമായിട്ട് ഇപ്പോൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സമ്മതിച്ചെങ്കിലേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുകയുള്ളൂ.
ബലം പ്രയോഗിച്ചൊരിക്കലും കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയില്ല. ചവിട്ടി തുറന്ന് അവിടുന്ന് കടന്നു വരികയില്ല. നാം ഹൃദയ കവാടം തുറന്നു കൊടുത്താൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരും. കർത്താവ് നമ്മളെ രക്ഷിച്ചു. ത്രിയേകതയും നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. നമ്മുടെ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരുവാൻ, നമ്മെ നടത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ, നമുക്ക് ജയം നൽകുവാൻ നമ്മോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ആ കൽപ്പന വളരെ ഗൗരവമായ ഒരു കൽപ്പനയാണ്. ആ കൽപ്പന പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാനല്ല, ആത്മാ അച്ചാരം പ്രാപിക്കുവാനല്ല, ആത്മമുദ്ര പ്രാപിക്കുവാനല്ല, ആത്മാവിനാൽ നിറയപ്പെടുക. ബി ഈ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആ ഒരു കൽപ്പന ശിരസാവഹിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ നിലയിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പൗലോസ് എഫേസ്യർ 5:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ സംസാരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്ത് മുന്നോട്ട് പോവുക. 3, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. 4, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. അപ്പോൾ നമ്മുടെ ചിന്താജീവിതത്തിൽ, നമ്മുടെ ചെയ്തപ്രവൃത്തികളെ മരിപ്പിക്കുന്ന കാര്യത്തിൽ, നാം ചന്തമായി നടത്തപ്പെടുന്ന കാര്യത്തിൽ ആത്മാവിനോട് അനുസരണം കാണിച്ചാൽ തീർച്ചയായിട്ടും നാം ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും. സമ്മതത്തോടെ ആത്മാവിനോടുകൂടെ ആത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയപ്പെട്ട് നാം മുന്നോട്ട് യാത്ര ചെയ്യുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഫലകരമാക്കി തീർക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട ഒരു പ്രാർത്ഥന, കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ മുദ്രയിട്ടതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് എനിക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് ആ ശക്തി അവൈലബിൾ ആണ്. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്നോടുള്ള ഏറ്റവും വലിയ ചോദ്യം. ദൈവാത്മാവിനെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചു, എന്നാൽ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുന്നുണ്ടോ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമുക്ക് മറുപടി കണ്ടെത്താം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്താം. ദൈവാത്മാവിനോട് അനുസരണം കാണിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹൃദയത്തിൽ നിന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു പ്രാർത്ഥന ഉയർത്തുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. കർത്താവേ, എന്റെ ജീവിതത്തിൽ, എന്റെ ചിന്താ ജീവിതത്തെ അവിടുത്തെ ആത്മാവിന് അനുരൂപമായി ആയിരിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ചീത്തപ്രവൃത്തികളെ മരിപ്പിക്കുവാൻ ആ മരണത്തിന്റെ ആത്മാവിനാൽ, ജീവന്റെ ആത്മാവിനാൽ എന്നെ സഹായിക്കണമേ. അത് മാത്രവുമല്ല, ചന്തമായി നടത്തപ്പെടുവാൻ ഞാൻ സമ്മതിക്കുന്നു. എന്നെ അങ്ങയുടെ വഴികളിൽ, അങ്ങയുടെ ആലോചനയിൽ വഴി നടത്തണം. ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് കർത്താവിന്റെ വരുവരെയും എന്നെ ഒരു അനുഗ്രഹത്തിന്റെ പാത്രമാക്കി തീർക്കണം എന്ന് നമുക്ക് പറയുവാനായിട്ട് ഇടയാകട്ടെ. ഒരു വലിയ കോളേജ് പ്രൊഫസർ, അദ്ദേഹം വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. ഒരു വലിയ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു അമ്മച്ചി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി മേലാൽ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കരുത്, എന്നെ ഒരു അനുഗ്രഹ പാത്രമാക്കി, ലോർഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ബ്ലെസ്സിങ് എന്നാക്കി മാറ്റണം, അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹത്തിന്റെ ചാനലുകളാക്കി, പാത്രങ്ങളാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അത് ആഗ്രഹിക്കുന്നു. ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ, ആത്മാവിനെ കെടുത്തിക്കളയാതെ, ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ആത്മനിറവിന്റെ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിന് എല്ലാ മാന്യ കേൾവിക്കാർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം അവസരം ഒരുക്കട്ടെ. ദൈവത്തിന്റെ നാമം ഇന്നും എന്നേക്കും, ദൈവത്തിന്റെ വചനം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ശനിയാഴ്ചയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് ഒന്നിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇങ്ങനെ ഒരു സാവകാശം കൂടി തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കടന്നു വന്ന് വളരെ മനോഹരമായ പാട്ടുകൾ കേൾക്കുവാനും ദൈവം ഇടവരുത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായിട്ട് ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം പ്രിയ സഹോദരൻ ഷിബുവിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. പ്രത്യേകിച്ച് കരുനാഥൻ മനുഷ്യയുടെ നന്ദിയും പ്രിയ സഹോദരനെ ഞങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല, കർത്തൃദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോൺ സെബാസ്റ്റ്യൻ സഹോദരന്റെ അനുഭവ സാക്ഷ്യം, അതിനുശേഷം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തി. ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുന്ന, ദൈവത്താൽ എടുത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രിയ ദേവദാസനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. മാത്രമല്ല, കേട്ട പ്രിയപ്പെട്ടവർക്കും സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന വേലകളെല്ലാം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയ സഹോദരൻ ചെയ്യുന്ന വേല നിമിത്തം അനേകർക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അനേകർ
രക്ഷയിലേക്ക് കടന്നു വരുവാനും വന്ന കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്നും പ്രിയ സഹോദരനെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയ സഹോദരനോട് നന്ദിയും ഞങ്ങൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇതുപോലുള്ള അവസരങ്ങൾ സാവകാശം കിട്ടുമ്പോൾ ഒന്ന് ഞങ്ങളെ മിനിസ്റ്റർ സഹായിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് എൽസി ആന്റിക്ക് വേണ്ടിയാണ്. എൽസി ബേബി ആന്റി, അത് നന്ദി പറയാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. ഇത്രയും ഏജ് ഉണ്ടെന്ന് പറഞ്ഞാലും യുവാക്കന്മാരുടെ കൂടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളതാണ്. ആന്റി കാണുമ്പോൾ എല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു എനർജി തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ആന്റിക്ക് മാത്രമല്ല, കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്നും കലവരാതെ മനുഷ്യ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. അറ്റ്ലാന്റയിലുള്ള തോമസ് എബ്രഹാം അച്ചായൻ ഫ്രീ ആണെങ്കിൽ പ്രാർത്ഥിച്ചാൽ കൊള്ളായിരുന്നു. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്കിങ്ങനെ ഒന്നിച്ച് കൂടി വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാനും അവിടുത്തെ കുറിച്ച് കേൾക്കുവാനും ഇടയാക്കിയതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. മനോഹരമായ പാട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. അതിനായിട്ട് ഷിബു ജോസ് ബ്രദറിനെ അവിടുന്ന് ഒരുക്കി, അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവകൃപ ധാരാളമായി ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നാളും തന്ന ഓരോ പുതിയ ദിവസവും പുതിയ കൃപകളെ തന്ന് ഞങ്ങളെ നടത്തുന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവ ഇന്ന് നിന്റെ ദാസൻ സെബാസ്റ്റ്യൻ ബ്രദറിനെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ആവശ്യമായ കൃപ നൽകി അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. തൻ്റെ സാക്ഷ്യവും ദൈവവചനത്തിൽ നിന്നുള്ള ആലോചനയും കേൾക്കുവാനിടയാക്കി അതോർത്ത് സ്തോത്രം. വരുന്ന നാളുകളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് തൻ്റെ വാക്കുകളും പ്രവൃത്തികളും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരുന്നു, അതോർത്തും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്രയും പേർക്ക് ഞങ്ങൾക്കൊന്നിച്ച് കൂടി വരുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷമായി സമയം ചിലവഴിപ്പാനും ഇടയാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ആവശ്യമായ എല്ലാ കൃപകളും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സംരംഭത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കാൽവറിനാഥം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിന്റെ ദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. റോയി ബ്രദറിനെയും സന്തോഷ് ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ആവശ്യമായ കൃപ വരുന്ന ആളുകളിലും കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. കർത്താവ് നടത്തുന്ന എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു. തുടർന്നും ഇത് അനുഗ്രഹകരമായി തീരുവാനും കർത്താവിൻ്റെ നാമം അതിൽ കൂടി മഹത്വപ്പെടുവാനും അവിടുന്ന് വരുന്ന ആളുകളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾക്കായിട്ട് അവിടുന്ന് ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു എന്നുള്ള അവിടുത്തെ വാക്കോർത്ത് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ അടിയങ്ങൾ പിരിയുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ രക്ഷിതാവും ദൈവവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെയും വിശേഷാൽ സാക്ഷ്യവും വചനവും പ്രസ്താവിച്ച നിന്റെ ദാസനോടുകൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.